പഞ്ചായത്ത്. എന്താ ഈ ശരീരത്തിലൊക്കെ എന്താ തേച്ചിരിക്കുന്നത്? വേഷം കെട്ടിയത് ലീഗിന്റെ വേഷം. ലീഗ് പ്രവർത്തനാണ്. ലീഗ് പ്രവർത്തനാണ്. ഇതൊക്കെ ഇനി കഴുകിക്കളയാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ രാഹുൽ എത്ര വോട്ടിന് ജയിക്കും? രാഹുൽ ഇവിടെ 25,000 വോട്ട് ഭൂരിപക്ഷം ജയിക്കും. 30,000 വോട്ടിന് ജയിക്കും. 30,000 വോട്ടോ? കൺഫേം ആണ്. എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു 23-ാം തീയതി റിസൾട്ട് വന്നവരുടെ മുട്ടയടിക്കാന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പാലക്കാട് പരാജയപ്പെട്ടാൽ മുട്ടയടിക്കുന്നത് ഞാൻ വാക്ക് കൊടുത്താണ്. ചാലഞ്ചാണ്, സാഹചര്യത്തിന് ചാലഞ്ച്. ഈ ശിവരാജേഷ് ഇന്നലെ നമ്മുടെ അജിംസ് നടത്തിയ ബിഗ് ഫൈറ്റിലും പറഞ്ഞിരുന്നു, അതായത് തോറ്റു കഴിഞ്ഞാൽ മുട്ടയടിക്കും. രാഹുൽ തോറ്റാൽ മുട്ടയടിക്കും. വിക്ടോറിയ കോളേജിന്റെ അവിടെ നിന്ന് മുട്ടയടിക്കും. റിസൾട്ട് വന്ന ഉടനെ ബാർബർ ഷോപ്പ് എന്നല്ല, പരസ്യമായി മുട്ടയടിക്കും. വിക്ടോറിയ കോളേജിന് മുമ്പിൽ മുട്ടയടിക്കും. വലിയ പ്രതീക്ഷയാണല്ലേ? ഞാനും എന്റെ പ്രവർത്തകർ 100% പ്രതീക്ഷ. ഷാഫി ചെയ്ത വികസനം, ഷാഫി പറമ്പിൽ പാലക്കാട് ചെയ്ത വികസനത്തിന് തുടർച്ച. ഒരു കുഞ്ഞു മോൻ കൂടി ഉണ്ട്. മോന്റെ പേരെന്താ? എന്തിനു വന്നത് അങ്ങോട്ട്? മാങ്കൂട്ടോ? മാങ്കൂട്ടൻ ജയിക്കോ? മാങ്കൂട്ടൻ ജയിക്കോ? ജയിക്കും. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ അങ്ങനെ നിരവധി ആളുകളാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, നിരവധി പ്രദേശങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ അരവിന്ദ് പാലക്കുറിശിയുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി. നമ്മുടെ റൂട്ട് എങ്ങനെയാണ്? നമ്മൾ ഇവിടുന്ന് ആരംഭിച്ചിട്ട് ഈ പേടുങ്കര റൂട്ടിലൂടെ പോയി KSRTC സ്റ്റാൻഡിന് മുമ്പിലൂടെ പോയി നമ്മൾ നേരെ സ്റ്റേഡിയത്ത് 5:30 മണിക്ക് അവസാനിക്കും. ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാവും തീർച്ചയായിട്ടും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് മത്സരിക്കുന്നത്. അതിൻ്റെതായ ആവേശം യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിലുപരി മുഴുവൻ ഇവിടുത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കുമുണ്ട്. ആ ആവേശത്തിന്റെ കടലാണ് നമ്മൾ ഇതിന്റെ പുറകിൽ കാണുന്നത്. മുഴുവൻ ആളുകളും അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയ തരത്തിലുള്ള കലാശക്കൊട്ടിലേക്കാണ് ഐക്യജനാധിപത്യ മുന്നണി പാലക്കാടിന് മുന്നിൽ പോകുന്നത്. ഇതാണ്, അതായത് പരമാവധി സ്ഥലങ്ങൾ കവർ ചെയ്തുകൊണ്ട് ഈ സ്റ്റേഡിയത്തിൽ എത്തുക എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ഈ നാസിക് ഡോളുകളും ചെണ്ടമേളങ്ങളും തുടങ്ങി വിവിധ തരത്തിലുള്ള പരിപാടികൾ UDF ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട്. സമാനമായ രൂപത്തിൽ മറ്റ് രണ്ട് മുന്നണികളും NDA മുന്നണിയും അതുപോലെ തന്നെ LDF മുന്നണിയും സമാനമായ രൂപത്തിൽ ശരി സാജിദ്, കോൺഗ്രസ് ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ അങ്ങനെയൊക്കെയാണ്. കോൺഗ്രസ് ക്യാമ്പ് വലിയ ആവശ്യത്തോടു കൂടി തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രവർത്തകർ ഈ ടൗണിലേക്ക് എത്തുമ്പോഴേക്കും സ്വാഭാവികമായും കൊട്ടിക്കലാശം അതിൻ്റെ പാരമ്യത്തിലേക്ക് പോകും.